നമസ്കാരം. CPM-ൽ ഏതാണ്ട് 2 പതിറ്റാണ്ടോളം കാലമായി ആരും ചോദ്യം ചെയ്യപ്പെടാൻ ധൈര്യം കാട്ടാത്ത നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും എല്ലാം തന്നെ പിണറായിയാണ് എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നത്. പിണറായി തീരുമാനമെടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റാർക്കും തന്നെ അതിലിടപെടാനുള്ള യാതൊരു തരത്തിലുമുള്ള അവസരം അദ്ദേഹം നൽകിയിരുന്നില്ല. പിണറായിയുടെ ഏകാധിപത്യ പ്രവണത എതിർക്കണമെന്ന് പാർട്ടിയിൽ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ പോലും അവർക്കാർക്കും അതിന് കഴിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. VS അച്യുതാനന്ദനെ പോലെ അതിശക്തനായ ഒരു നേതാവ് പിണറായിയെ പല കാര്യങ്ങളിലും എതിർക്കാനുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം VS-നും ഇക്കാര്യത്തിൽ തന്നെ ഇടപെടാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരുന്നു. പിണറായി തന്നെ ഏകപക്ഷീയമായി എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുന്നു എന്നുള്ള ഒരു പരാതി പാർട്ടിയിലെ അണികൾക്ക് പോലും ഉണ്ടായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പല ഇടപെടലുകളും സംശയാസ്പദമാണ് എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. BJP-യുമായി ഒരു അന്തർധാരയുണ്ടെന്നുള്ള ആരോപണം വന്നിരുന്നു. സ്വന്തം കുടുംബാംഗങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹം BJP-യുമായി ആവശ്യത്തിലധികം കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊക്കെ പരാതി പാർട്ടി സമ്മേളനങ്ങളിൽ പലയിടത്തും ഉയർന്നു വന്നുവെങ്കിലും അവയെല്ലാം തന്നെ അടിച്ചമർത്താനുള്ള ശേഷി പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും അപ്രതിരോധനായി തന്നെ തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ള CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ, അതായത് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അഭിപ്രായത്തിന് തൊട്ട് പിന്നാലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതേ പാതയിൽ തന്നെ വന്നു എന്നുള്ളത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിണറായിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ CPM-ൽ പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി നേതൃത്വത്തോട് ഒന്നും ആലോചിക്കാതെ തന്നെയാണ് ഏകപക്ഷീയമായി പിണറായി തീരുമാനമെടുത്തതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ആരൊക്കെ മുഖ്യമന്ത്രിയായിരുന്നില്ല, അത് VS അച്യുതാനന്ദനാണെങ്കിലും VK നായനാരായിരുന്നെങ്കിലും EMS ആയിരുന്നെങ്കിലും ഒക്കെ തന്നെ ഒരു തീരുമാനം, നയപരമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ അതിൽ നിർബന്ധമായും പാർട്ടിയുടെ അംഗീകാരം ലഭിക്കണമായിരുന്നു. അക്കാര്യത്തിലൊന്നും ആരും തന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. EMS-ഉം VK നായനാരും VS-ഉം ഒക്കെ സർവ്വശക്തന്മാരായിരുന്നു എങ്കിൽ പോലും പാർട്ടിയുടെ അനുമതിയോടുകൂടി അല്ലാതെ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പിണറായി യുഗം വന്നതോടുകൂടി അതിന് ഒരു മാറ്റം വരികയായിരുന്നു. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴൊക്കെ തന്നെ അതേ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിരുന്നു പതിവ്. ഏതായാലും PM ശ്രീ പദ്ധതി ഇക്കാര്യത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇടതുമുന്നണിക്കുള്ളിൽ ഏതാണ്ട് അവഗണിക്കപ്പെട്ടിരുന്നുവെന്ന് കരുതിയിരുന്ന CPI-ക്ക് പോലും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കാനും ഈ നിലപാടനുസരിച്ച് CPM-നെ കൊണ്ടുവരാനും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന തീരുമാനം മാറ്റിക്കാനും കഴിഞ്ഞു എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാര്യത്തിലും തന്നെ പ്രതിരോധിക്കും എന്ന് അദ്ദേഹം കരുതിയിരുന്ന സ്വന്തം അനുയായിയായിരുന്ന MV ഗോവിന്ദൻ പോലും ഇപ്പോൾ തൻ്റെ രക്ഷയ്ക്ക് എത്തിയില്ല, അല്ലെങ്കിൽ തന്നെ ന്യായീകരിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല ശരിയായ നടപടി ആയിരുന്നില്ല PM ശ്രീയിൽ ഉണ്ടായത് എന്നുകൂടി ഗോവിന്ദൻ അഭിപ്രായം പറയുമ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി വേണം കണക്കാക്കാൻ. CPM-നുള്ളിൽ ഒരു ഉൾപാർട്ടി വിപ്ലവം നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടിയും വരും. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം ചർച്ച ചെയ്യാനായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തിരുന്നത് പോലുമില്ല. സാധാരണഗതിയിൽ പാർട്ടി നയപരമായ തീരുമാനമെടുക്കുമ്പോൾ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങേണ്ടി വരും. വലിയ കാര്യങ്ങളാണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരം വാങ്ങേണ്ടി വരും. പെട്ടെന്നൊരു അടിയന്തര ഘട്ടത്തിൽ തീരുമാനം എടുക്കേണ്ടതിന് പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അവർ ഒരു തീരുമാനമെടുക്കും. പക്ഷേ PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. CPM-ഉം BJP-യുമായി ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണവും എത്തി. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എല്ലാം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് BJP CPM അന്തർധാര ഉണ്ട് എന്ന് മുഖ്യമന്ത്രി എല്ലാ കാലത്തും BJP-യെ സംരക്ഷിക്കാൻ തയ്യാറായി വരികയാണെന്നും BJP പകരമായി മുഖ്യമന്ത്രിയെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള പ്രചരണവും വ്യാപകമായിരുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു പോയി കണ്ടിരുന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ അല്ലെങ്കിൽ പ്രമുഖരെയൊക്കെ കാണുമ്പോൾ ഒരു സംഘം കൂടെ ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോയി ചർച്ച നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ CPM-ലെ വലിയൊരു വിഭാഗം നേതാക്കൾ സംശയത്തോടു കൂടി തന്നെ അദ്ദേഹം നോക്കിക്കാണുന്നത്. ഞങ്ങളിപ്പോൾ നയം മാറ്റിയിരിക്കുന്നു എന്നുള്ള മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രഖ്യാപനവും പാർട്ടിയെ ഞെട്ടിച്ചു. കാരണം പാർട്ടിയുടെ നയം മാറ്റുകയാണെങ്കിൽ അത് V ശിവൻകുട്ടി അല്ല പ്രഖ്യാപിക്കേണ്ടത്, പാർട്ടി സെക്രട്ടറിയാണ് പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഈ മന്ത്രിസഭയിലെ ഏതാനും പേർ മാത്രം ചേർന്നൊരു തീരുമാനമെടുത്ത് അത് ആരോടും ആലോചിക്കാതെ നടപ്പിലാക്കി ഇത് വലിയ തോതിലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടി എന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ CPM-ൽ ഉണ്ടായിരിക്കുന്നത്.
അതുതന്നെയാണ് ഇപ്പോൾ പിണറായിയെ ഏതാണ്ട് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒരുപോലെ പിണറായിയുടെ നിലപാട് ശരിയല്ല എന്ന് പറയുമ്പോൾ പിണറായിയുടെ ഭാഗത്ത് നിന്ന് എന്തോ പിഴവുണ്ടായി എന്നുള്ളത് 100% ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇവരുടെ വാക്കുകൾ നമുക്ക് സ്വീകരിക്കേണ്ടത്. മന്ത്രിസഭയിലും മുന്നണിയിലും കാര്യമായ ഒരു ചർച്ച നടത്താതെ എടുത്ത ഈ ഒരു തീരുമാനം തങ്ങളെ പ്രതിസന്ധിയിലാക്കി എന്ന് പാർട്ടി വിലയിരുത്തുമ്പോൾ അത് പിണറായിക്കെതിരെയുള്ള ഒരു വിലയിരുത്തലായി കൂടി വേണം കരുതാൻ.